നമുക്കെല്ലാവർക്കും അറിയാം, മൃദംഗം കർണാടക സംഗീതത്തിൻ്റെ ഭാഗമായുള്ള ഒരു വാദ്യോപകരണമാണ്. പൊതുവേ കർണാടക സംഗീതം കൈകാര്യം ചെയ്യുന്നവർ കേരളീയ താളങ്ങളിൽ അത്ര ശ്രദ്ധ കൊടുക്കാറില്ല. വളരെ അപൂർവം കലാകാരന്മാർ പൊതുവെ അവർ ജനിച്ച് വീണ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ മേളങ്ങൾ ആസ്വദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടും എന്നുള്ളതല്ലാതെ കാര്യമായ അതിലൊരു പഠനം കർണാടക സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളീയരാരും തന്നെ നടത്തിയതായി എൻ്റെ അറിവിലില്ല. ഒരുപക്ഷെ ആറ്റൂർ കൃഷ്ണപിഷാരടി സംഗീത ചന്ദ്രിക രചിച്ചതിന് ശേഷം മലയാളികൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കാം സത്യം. എന്തായാലും അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങിന് തന്നെയാണെങ്കിലും കേരളീയ താളങ്ങൾക്ക് ഒരു സെക്ഷൻ, ഒരു പ്രബന്ധ അവതരണം എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും അതിനൊരു അവസരം ഒരുക്കിയതിലുള്ള സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ. അതിൽ ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ MA മ്യൂസിക്കിൽ കേരളീയ താളങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സിലബസിൽ. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പലരും ഫോണിൽ കൂടിയൊക്കെ വിളിക്കാറുണ്ട്, എന്താണ് ഈ താളങ്ങളുടെ ഒരു പ്രത്യേകത, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. മലയാളത്തിൻ്റേത് മാത്രമായ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമായി ഒരു പിടി പ്രയോക്താക്കൾ, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയാളികളായ കലാകാരന്മാർ കൈകാര്യം ചെയ്യുന്ന കേരളീയ താളങ്ങൾ, ഈ താളങ്ങൾക്ക് കേരളത്തിന് പുറത്ത് നമുക്ക് ചില സാദൃശ്യങ്ങൾ കണ്ടെത്താം. ഇപ്പോൾ കർണാടക സംഗീതത്തിൽ തന്നെ അതിന് നമുക്ക് ചില സമീകരണങ്ങൾ കണ്ടെത്താം എന്നുള്ളതല്ലാതെ പൊതുവെ ഇതിൻ്റെ പ്രയോക്താക്കൾ മലയാളികൾ മാത്രമായി അവശേഷിക്കുകയാണ്. അപ്പോഴും പുതിയ ചില കാഴ്ചപ്പാടുകൾ ഈ അടുത്ത കാലത്ത് മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ഈ കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പ്രബന്ധ അവതാരകർക്കുള്ള സമ്മാനം ലഭിച്ച് ഒരു കഥകളി സംഗീതജ്ഞനും നമ്മുടെ പ്രിയപ്പെട്ട നെടുമ്പുള്ളി രാമമോഹനും അദ്ദേഹത്തിൻ്റെ പത്നി മീര രാമമോഹനുമായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അഭിമാനിക്കത്തക്ക നിലയിലേക്ക് മലയാളികൾ മാറുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്ക്, അല്ലെങ്കിൽ അതിൽ അഭിമാനം ആത്മാർത്ഥമായി തോന്നുന്ന രീതിയിലേക്ക് മലയാളികൾ മാറുന്നുണ്ടോ എന്ന് സംശയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സെഷനിലേക്ക് കടക്കുകയാണ്. കേരളീയ താളങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിന് മാത്രമായി ഒരു താളമുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിന് മാത്രമായി താളങ്ങളുണ്ടോ, കേരളത്തിന് മാത്രമായി ഒരു താള പദ്ധതി ഉണ്ടോ എന്നൊരു ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. തീർച്ചയായും താളങ്ങളുടെ പേരുകൾ, ആ താളം പിടിക്കുന്ന രീതികൾ, ഇതെല്ലാം തന്നെ ഒരു പദ്ധതിയിൽ നിന്ന് മറ്റൊരു പദ്ധതിയിൽ നിന്ന് തികച്ചും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ചില സാദൃശ്യങ്ങൾ ഒക്കെ കണ്ടെത്താം എന്നുള്ളതല്ലാതെ ഒരിക്കലും പ്രത്യേകിച്ച് വാദ്യോപകരണങ്ങളിൽ, ഇപ്പോൾ ചെണ്ടയിൽ ഒരു താളം പ്രയോഗിക്കപ്പെടുന്ന രീതിയിലായിരിക്കില്ല പടയണിയിൽ ഉപയോഗിക്കുന്ന തപ്പിൽ അതേ താളം പ്രയോഗിക്കപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ പഞ്ചാരി മേളത്തിൽ പഞ്ചാരി എന്ന താളം എങ്ങനെയാണോ പ്രയോഗിക്കുന്നത് ആ രീതിയിലായിരിക്കില്ല കഥകളിയിൽ പഞ്ചാരി എന്ന താളം പ്രയോഗിക്കപ്പെടുക. അടിസ്ഥാനമൊക്കെ ഒന്ന് തന്നെയായിരിക്കും. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും ഒരുപക്ഷെ തെയ്യത്തിലെ പഞ്ചാരി കൊട്ടുന്ന രീതി. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ കലകളുടെ എണ്ണത്തോളം തന്നെ ഈ താളങ്ങളുടെ പ്രയോഗവും വ്യത്യസ്തമായി കാണപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. കേരളീയ താളങ്ങൾക്ക് ഒരു താള പദ്ധതി നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ താളങ്ങളെയും, ഈ താളങ്ങൾ ഉപയോഗിക്കുന്ന അത് മേളങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പഞ്ചവാദ്യമായിക്കോട്ടെ, തായമ്പകയായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാരൂപത്തിൽ പ്രയോഗിക്കപ്പെടുന്ന രീതി ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്ക് നിർദ്ധാരണം ചെയ്യാവുന്ന
ഒരു താളപദ്ധതിയുണ്ട്. അത് അർജുന നൃത്തം അല്ലെങ്കിൽ മയിൽപീലി തൂക്കം എന്ന് പറയുന്ന കലാരൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടു വരുന്നതാണ്. അതിനെ ഏക ചൂഴാതി എന്നാണ് പറയാറ്. ഏകം മുതലായ 7 താളങ്ങൾ. അത് സൂളാതി എന്നതിൻ്റെ തദ്ഭവമാണോ ഈ ചൂഴാതി എന്ന് പറയുന്നതെന്ന് നമുക്ക് സംശയിക്കാം. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഓരോ താളത്തിൻ്റെയും ലക്ഷണം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ലക്ഷണം പറയുമ്പോൾ അത് ഇന്ന് നമ്മൾ ശാസ്ത്രീയം എന്ന് പറയുന്ന അല്ലെങ്കിൽ കർണാടക സംഗീതത്തിൽ സൂളാതി താളങ്ങൾ എത്രത്തോളം ശാസ്ത്രീയമായി നമ്മളതിനെ പഠിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നോ അത്രയും ശാസ്ത്രീയമാണോ എന്ന് നമുക്ക് പറയാനാവില്ല. എങ്കിൽ പോലും ഓരോ താളത്തിൻ്റെയും ലക്ഷണം പറഞ്ഞ് ആ താളത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ആ താളത്തിന് അനുയോജ്യമായ ഒരു വായ്ത്താരിയും അതിനനുയോജ്യമായ ഒരു കവിത്വവും ഈ ആശാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താളപദ്ധതി ഉപയോഗിച്ച് നമുക്ക് കേരളത്തിലെ ഏത് താളത്തെയും, കേരളത്തിലെ മേളങ്ങളിലായിക്കോട്ടെ, പഞ്ചവാദ്യത്തിലായിക്കോട്ടെ, കഥകളിയിലായിക്കോട്ടെ, പടയണിയിലായിക്കോട്ടെ, ഏത് കലാരൂപത്തിലായാലും ഏത് വാദ്യപ്രയോഗത്തിലായാലും അതിനെ നിർദ്ധാരണം ചെയ്യാനായി നമുക്ക് വളരെ വേഗം സാധിക്കുന്നു എന്നുള്ളതാണ് ഈ താളപദ്ധതിയുടെ ഒരു പ്രത്യേകത. ഇത് ഒരു താളപദ്ധതി മാത്രമല്ല, സപ്തചൂഴാതി എന്ന് പറഞ്ഞ് 7 താളപദ്ധതി അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് ഏകചൂഴാതി, രണ്ടാമത്തേത് ധ്രുവചൂഴാതി, അതായത് ധ്രുവം മുതലായിട്ടുള്ള കർണാടക സംഗീതത്തിലെ സൂളാതി താളങ്ങളുടെ അതേ പേരുകൾ തന്നെയാണ്, പക്ഷെ താളങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അപ്പം ഇങ്ങനെ ഏകചൂഴാതി, ധ്രുവചൂഴാതി, ഇടം ചൂഴാതി, വലം ചൂഴാതി, ഇങ്ങനെ 7 ചൂഴാതികളുടെ പേരുകൾ ഈ ആശാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അത് താളത്തിൻ്റെ നൊട്ടേഷൻ, ആ നൊട്ടേഷൻ അവർ വരകുറി എന്നാണ് പറയുക. ഈ വരകുറിയുള്ള താളിയോലകളിൽ തന്നെ അത് തലമുറകളായിട്ട് പകർന്ന് പോന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ കലാരൂപത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ താളം ചൊല്ലി കളിക്കുക എന്നുള്ളതാണ്. ഒരാളൊരു താളത്തിൽ, ഏകചൂഴാതിയിൽ ഒരു താളത്തിൽ ഒരാൾ ഒരു കവിത്വം നൃത്തം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്തയാളും അതിൻ്റെ അടുത്ത താളത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ഇങ്ങനെ താളത്തിൻ്റെ ഒരു മത്സരം പോലെ താളങ്ങളെ ഉപയോഗിക്കുന്ന ഒരു കലാരൂപമായതുകൊണ്ടാവാം ഇതിൽ ഈ താളപദ്ധതികൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഞാൻ ആ 7 താളങ്ങളെക്കുറിച്ച് അത്രയും പറയാനുള്ള സമയം മാത്രമേ നമുക്ക് ഇന്നിവിടെ ഉള്ളൂ. ഇപ്പം നാളെ കഴിഞ്ഞ് മ്യൂസിക് കോളേജിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേ കാര്യം തന്നെ അവിടെ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഉള്ളവർ കൂടുതലായി അതിനെ അറിയണമെന്നുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആണ് അത് പറഞ്ഞിട്ടുള്ളത്. ഏകചൂഴാതിയുടെ ഏകരൂപ ചെമ്പടശ്ച കാരിക പഞ്ചകാരിക മർമ്മതാളശ്ച കുംഭശ്ച ഏകചൂഴാതി 7 എന്നാണ് ഏകചൂഴാതിയുടെ ലക്ഷണം പറയുന്നത്. ഏകം, രൂപം, ചെമ്പട, കാരിക, പഞ്ചകാരിക, മർമ്മം, കുംഭം, ഇങ്ങനെ 7 താളങ്ങൾ. ഈ 7 താളങ്ങൾ വെറുതെ അതായത് നമ്മുടെ 2 കൈത്തലം, അതിന് ആശാന്മാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകതാളം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ താളമാണ്. ആ ഹൃദയത്തിൻ്റെ താളം എന്നുള്ളത് അത് തെയ് 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 എന്ന് മിടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു ശബ്ദക്രിയയുണ്ട്, ഒരു അശബ്ദക്രിയയുണ്ട്. ആ ശബ്ദക്രിയയെ അടിയായും അശബ്ദക്രിയ ഇടയായും, അങ്ങനെ അടികളുടെയും ഇടകളുടെയും കോമ്പിനേഷൻസ്, അങ്ങനെയാണ് ഈ താളത്തിൻ്റെ ഈ 7 താളത്തെ നിർമ്മിച്ചിരിക്കുന്നത്. 7ാമത്തെ താളത്തിൽ വരുമ്പോൾ മാത്രം അതിന് കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ആദ്യത്തെ താളം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരടിയായിരിക്കും. രണ്ടാമത്തെ താളം എന്ന് പറയുന്നത് 2 അടിയായിരിക്കും. മൂന്നാമത്തെ താളം എന്ന് പറയുന്നത് 3 അടിയായിരിക്കും. നാലാമത്തെ താളം എന്ന് പറയുന്നത് 4 അടിയായിരിക്കും. 5ാമത്തെ താളം എന്ന് പറയുന്നത് 5 അടിയായിരിക്കും.
അഞ്ചടിയും ഒരിടയും, 4 അടിയും ഒരിടയും, 3 അടിയും ഒരിടയും, 2 അടിയും ഒരിടയും, ഒരടിയും ഒരിടയും. ഏകം, രൂപം, ചെമ്പട, കാരിക, പഞ്ചകാരിക അല്ലെങ്കിൽ പഞ്ചാരി. ഇതാണ് ആദ്യത്തെ 5 താളം. അതിൽ ആദ്യത്തെ 5 താളത്തിൽ ആദ്യത്തെ ഏകതാളത്തിന് ലക്ഷണം പറയുന്നത് ലഘുവോട് വിരാമം കൂടിയിട്ട് ഏകമാം താളമാകും നികൃതിയാം ഇതുക്കു ചൊല്ലാം മാത്തിരെ ഒന്നതാകും ബികമൊഴിയാളെ കേൾ പിശകനിക്കൊന്നുമില്ലേ വക ഇത് ചൂഴാതിക്ക് മുൻപെഴും താളമാകും. ആദ്യത്തെ താളം എന്നുള്ള രീതിയിലാണ്. അത് തെയ് എന്നുള്ള വായ്ത്താരി. ഒരടിയും ഒരിടയും. അത് തെയ് 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 ഇങ്ങനെ പോകും. അപ്പം ഇതിന് കവിത്വമുണ്ട്, അവർ ചൊല്ലുന്ന രീതിയുണ്ട്. അത് നമുക്കിവിടെ പ്രസക്തമല്ല. ആ താളത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരടിയെ ഒരു ലഘു, ഒരു മാത്ര എന്നാണ്. അത് കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളിലും ആ ഒരു സമ്പ്രദായമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു ലഘു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി എന്നാണ്. അതിനോട് ചേർത്ത് വെച്ച് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. ഇപ്പോൾ 108 താളങ്ങൾ, ഈ 108 താളങ്ങൾക്ക് ഈ അർജുന നൃത്തത്തിൻ്റെ ആശാന്മാർ കവിത്വം എഴുതിയിട്ടുണ്ട്. ഈ 108 താളത്തിന് ടി കെ മൂർത്തി സാറിനെ പോലുള്ള മഹാരഥന്മാർ അതിന് കോർവകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അവിടെ ലഘുവിന് ജാതി തിരിച്ചിട്ട് ചതുരസ്രം, പൊതുവിൽ നമ്മൾ ചതുരസ്രമായിട്ട് ലഘുവിനെ തിരിക്കുന്നത് പോലെ ലഘുവിന് ജാതി തിരിച്ച് ചതുരസ്രമായിട്ട് കണക്കാക്കിയിട്ടാണ് അതിൻ്റെ കണക്കുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ 108 താളത്തിന്. പക്ഷേ ഇത് ലഘുവിന് ഒരടി എന്നുള്ള ആ സങ്കല്പം അനുസരിച്ച്, അപ്പോൾ സിംഹനന്ദനം താളം 35 എന്ന് പറഞ്ഞാൽ 35 ബീറ്റിൽ തീരുന്ന കവിത്വം ഈ ആശാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ എന്താണ്, നമ്മുടെ ഒരു വലിയ വിഭജനമുണ്ട്, ഫോക്ലോർ ക്ലാസിക്കൽ എന്നുള്ള ഒരു വലിയ വിഭജനമുണ്ട്. അപ്പോൾ ഈ ഫോക്ലോറിൽ ചില സാധ്യതകളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. അതാണ് അതിൻ്റെ ശാസ്ത്രീയതയെ കുറച്ച് കുറയ്ക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ രീതിയിൽ ലഘുവിനെ ഒരടി അല്ലെങ്കിൽ ഒരിട എന്നുള്ള നിലയ്ക്ക് താളത്തെ ചിട്ടപ്പെടുത്തിയ ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചാണ്. ഈ 108 താളങ്ങൾക്ക് അതുപോലെ തന്നെ 108 താളങ്ങളിലെ ആദ്യത്തെ 5 താളങ്ങൾ എന്ന് പറയുന്നത് മാർഗതാളം എന്ന് പറയുന്ന ചശപുടം, ചാച്ചപുടം എന്ന് പറയുന്ന സംഗീത നമ്മൾ നാട്യശാസ്ത്രത്തിൽ കാണുന്ന 5 താളങ്ങളാണ്. ഈ 5 താളങ്ങൾക്കും ഈ ആശാന്മാർ കവിത്വം എഴുതിയിട്ടുണ്ട്. അതൊന്നും തന്നെ ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന രീതിയിലേ അല്ല. അല്ലെങ്കിൽ നമ്മൾ പുതുതായി ഒരാൾ ആ താളം എടുത്തിട്ട് അത് ചിട്ടപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ആയിരിക്കില്ല അവരുടെ ചിട്ടപ്പെടുത്തൽ. അതിലെല്ലാം തന്നെ ഈ ലഘു എന്നുള്ളത് ഒരടിയായിട്ടാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ താളം എന്നുള്ളത് ദ്വിലഘു വിരാമന്ത്യം രൂപതാളേതി സംജ്ഞകെ മാത്ര രണ്ടെന്ന് കേട്ടാലും മാൻമിഴിയാൾ മഹേശ്വരൻ. അതിൻ്റെ ഡെഫിനിഷനിലേക്ക് എങ്ങും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇവർ പറയുന്ന ഈ അടിയടെ മാത്രമേ പറയുള്ളൂ. എങ്കിലേ ഇത് 1, 2, 3, 4 എന്ന് പറഞ്ഞ് വരികയുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ താളം എന്ന് പറയുന്നതിൻ്റെ ആകെ മാത്ര 3 ആദ്യത്തേതിൻ്റെ 2 മാത്രയാണെങ്കിൽ അടുത്തതിൻ്റെ 3 മാത്രയാണ്. രൂപം എന്ന് പറയുന്നതിന് 2 അടിയും ഒരിടയും. തി തെയ് തി തെയ്. നമ്മൾ 2 അടി വീച്ചായിട്ടാണ് സാധാരണ നമ്മൾ കർണാടക സംഗീതത്തിലൊക്കെ രൂപകത്തിലുള്ള കീർത്തനത്തിന് പോലും നമ്മൾ താളം പിടിക്കുന്നത്. അത് നമ്മൾ സൂളാദി താളങ്ങളുടെ ശാസ്ത്രീയത വെച്ചിട്ട് അങ്ങനെയല്ല സാധാരണഗതിയിൽ താളം പിടിക്കാറ്, അല്ലാതെയും താളം പിടിക്കാറുണ്ട്. അപ്പോൾ ഇതിനോടുള്ള സാമ്യം ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പം ദ്വിലഘു വിരാമന്ത്യം രൂപതാളേതി സംജ്ഞകെ മാത്ര 2 കേട്ടാലും എന്ന് പറഞ്ഞാൽ ആകെ മാത്ര 3. അടിയുടെ മാത്രമേ അവിടെ കൂട്ടുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ താളമാണ് ചെമ്പട. അതായത് ആദ്യം അതിന് ഒരടി മാത്രമേ ഉള്ളൂ. ഒരടിയും കൂടി അതിനോട് ചേർന്ന് കഴിയുമ്പോൾ അതിനൊരു രൂപമായി, അതൊരു രൂപത്തെ പ്രാപിച്ചു. അതായത് തി തെയ് തി തെയ് തി തെയ്. അപ്പൊ ഇതിന് കവിത്വമുണ്ട്. ഇപ്പൊ
തത്താരി തിത്തരികിടതിമിട പുരതാളേ. ഇതെടുത്ത് ഈ രൂപത്തിൻ്റെ അതേ കവിത്വം എടുത്തിട്ട് കാവാലൻ സാറ് മോഹിനിയാട്ടത്തിൽ ഒരു ഇനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പം ഞാൻ ആ ചൊല്ലിയ കവിത്വം തന്നെ എടുത്തിട്ട്. മൂന്നാമത്തെ താളമാണ് നമ്മൾ ഒരുപാട് നമ്മൾ കേട്ടിരിക്കുന്ന താളം. അത് ചെമ്പട. ഏകം രൂപം ചെമ്പട. അത് 3 അടിയും ഒരിടയുമാണ്. അതായത് തി തി തെയ് തി തി തെയ്. ആകെ മാത്ര 4 മാത്ര. ഈ 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16, 16ൻ്റെ ഇരട്ടി 32. ഈ 32 മാത്രയിലാണ് കഥകളിയിലെ ചെമ്പടയിലെ പതിഞ്ഞ പദം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ 4 മാത്രം ഇപ്പോൾ തി തി തെയ് തി തി തെയ് തി തി തെയ് ഇങ്ങനെ ചെമ്പടയിലുള്ള വട്ടം വെച്ച് കലാശം അതിന് താളം പിടിക്കുന്നുണ്ട് കഥകളിയിൽ. അപ്പം അങ്ങനെ എവിടെ കേരളത്തിലെ ഏത് മേളം എടുത്താലും ഏത് വാദ്യോപകരണം വായിക്കുന്നതിനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ തിത്തിത്തൈന്ന് താളം പിടിച്ച് നമുക്ക് താളം പിടിച്ചാൽ താളം പോവില്ല. കാരണം ഈ ചെമ്പടയ്ക്കുള്ള മുറിക്കലുകളായിരിക്കും അതിനകത്ത്. കാരണം പൊതുവെ ഈ 8ൻ്റെ മുറിക്കലുകളാണല്ലോ പൊതുവെ നമ്മളെല്ലാ കണക്കുകളിലും വരുന്നത്. അപ്പോൾ ചെമ്പട, ഏകം രൂപം ചെമ്പട, അടുത്ത താളം കാരിക. അത് ഒരടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അതായത് നേരത്തെ 1 2 3 എന്നുള്ളതിന് പകരം അതിൻ്റെ കൂടെ 1 2 3 4 തി 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 തെയ് തി 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 തെയ് തി 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 തെയ്. അതാണ് കാരിക താളം. ഈ കാരിക താളത്തെ ഇപ്പോൾ ഈ താളങ്ങളെക്കുറിച്ച് കാര്യമായി ഒന്ന് പഠിക്കാൻ ശ്രമിച്ച ആൾ കുഞ്ചൻ നമ്പ്യാരാണ്. അദ്ദേഹത്തിൻ്റെ തുള്ളലുകൾക്കകത്തെല്ലാം ഇതിനെക്കുറിച്ച് താളങ്ങളെ ലക്ഷണങ്ങൾ ഹരിണീ സ്വയംവരത്തിലൊക്കെ അതിൻ്റെ താളത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കാരിക താളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലഘു 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 ഗുരുയുത കാരിക താളം. ലഘു 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 ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് 1 2 3 4ാമത്തെ അടി, അതായത് 3 ലഘുവും അതിനുശേഷം 4ാമത്തെ അടിയും അടുത്ത ഇടയും കൂടെ ചേർന്നിട്ടാണ് അവിടെ ഗുരുവായി കൂട്ടിയിരിക്കുന്നത്. ലഘു 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 ഗുരുയുത കാരിക താളം ലഘുതരം ഇതു മാത്ര പഞ്ചകയുക്തം എന്നാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ചതുർലഘുവിരാമന്ത്യം കാരികസ്യ യഥാക്രമം മാത്ര 4 കേട്ടാലും എന്ന് പറയുന്ന ഡെഫിനിഷനെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്താനാണ് കുഞ്ചൻ നമ്പ്യാരുടെ ശ്രമം അവിടെ. അതാണ് ലഘു 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 ഗുരു കാരിക താളം എന്നതിലേക്ക് വന്നത്. ഈ കാരിക താളം അങ്ങനെ അധികം ഉപയോഗിക്കുന്ന ഒരു താളമല്ല. അത് ഈ അർജുന നൃത്തത്തിലുണ്ട്, പിന്നെ ശാസ്താംപാട്ടിലാണുള്ളത് കാരിക താളം. പിന്നെ ഈ 5ൻ്റെ കോമ്പിനേഷനുകൾ, ആകെ മാത്ര എന്ന് പറയുന്നത് 5ആണ്. ഈ 5ൻ്റെ കോമ്പിനേഷനുകൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പടയണിയിലൊക്കെ ചിലയിടത്ത് കാണാൻ സാധിക്കും. അടുത്ത താളമാണ് പഞ്ചകാരിക. അത് ഇപ്പോൾ നമ്മൾ ആദ്യം 1 1 2 1 2 3 1 2 3 4 ഇത്രയും താളമായി. അതായത് ഏകം രൂപം ചെമ്പട കാരിക. 5ാമത്തെ താളം എന്ന് പറയുന്നത് 5 അടിയും ഒരിടയും. അതിനെയാണ് പഞ്ചകാരിക. കാരികയുടെ കൂട്ടത്തിൽ ഒരടിയും കൂടി ചേരുകയാണ്. അതിനെ പഞ്ചകാരിക അല്ലെങ്കിൽ പഞ്ചാരി. ഈ പഴയ ആട്ടക്കഥകളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെ പഞ്ചാരിയുടെ പദത്തിൻ്റെ ചിലയിടത്തൊക്കെ പഞ്ചകാരിക എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നേരത്തെ വിളിച്ചിരുന്ന ആ ഒരു പേരിലായിരിക്കും. അപ്പം പഞ്ചലഘു വിരാമന്ത്യം പഞ്ചകാരിക യഥാക്രമം മാത്രമേ 5 എന്ന് കേട്ടാലും, പക്ഷേ അതിന് ആകെ മാത്ര 6ആണ് പഞ്ചാരിയുടെ. ഈ പഞ്ചാരിയുടെ 6 മാത്ര എന്നുള്ളത് അതിൻ്റെ ഇരട്ടി 12, അടുത്തത്
24, അതിൻ്റെ ഇരട്ടി 48, അതിൻ്റെ ഇരട്ടി 96. ഈ 96 അക്ഷരകാലം അല്ലെങ്കിൽ 96 മാത്രയിലാണ് നമ്മുടെ പഞ്ചാരി മേളം തുടങ്ങുന്നത്. അതിനെ 5 കാലങ്ങളായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ 56 എന്നുള്ളത് ഈ 8ൻ്റെ ഗുണിതങ്ങളായിട്ട് 7 ചെമ്പടവട്ടമായിട്ട് തിരിച്ച് അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കഥകളിയിൽ പൊതുവെ അതിന് തോം തത്തിന്തക്ക തോം എന്നാണ് അതിൻ്റെ വായ്ത്താരി പറയാറ്. അപ്പോൾ ഈ പഞ്ചാരി മേളം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ അവസാന കാലം 5ാം കാലം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ വലന്തലയിൽ താളം പിടിക്കുന്ന വലന്തലയിൽ 5 അടിയും ഒരു വീച്ചുമായിട്ട് താളം പിടിക്കുന്നത് നമുക്ക് കാണാം. അതായത് 1 2 3 4 5, 1 2 3 4 5 ആ രീതിയിലായിരിക്കും 5ാം കാലത്തിൽ വലന്തലയിൽ താളം പിടിക്കുന്നത്. ആ സമയത്ത് മാത്രമാണ് ആ താളത്തിൻ്റെ പ്രകടമായ അതിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നത്. പഞ്ചാരി കഴിഞ്ഞാൽ ഇപ്പോൾ ഏകം, രൂപം, ചെമ്പട, കാരിക, പഞ്ചകാരിക 5 താളമായി. 6ാമത്തെ താളം എന്നുള്ളത് മർമ്മതാളമാണ്. മർമ്മതാളം ഒരുപാട് പേര് പറഞ്ഞും ഒക്കെ കേട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു താളമാണ്. അതിന് മർമ്മതാളം അല്ലെങ്കിൽ വർമ്മതാളം എന്നൊക്കെ പറയും. അത് ആദ്യത്തെ 4 താളങ്ങളുടെ കോമ്പിനേഷനാണ്. അതായത് തെയ് തി തെയ് തി തി തെയ് തി 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 തെയ്. അത് പടയണിയിലുണ്ട്, അർജുന നൃത്തത്തിലുണ്ട്, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളിൽ ഈ മർമ്മതാളമുണ്ട്. പടയണിയിൽ അത് കുതിരക്കോലം എന്നുള്ള ഒരു കോലത്തിനാണ് ഈ മർമ്മതാളം ഉപയോഗിക്കുന്നത്. തെയ്യുമത 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 തത്താം തിങ്കൾ കല ചോടിന പുരകര സൂനു ഗണേശൻ താനും ചന്തത്തൊടു കവിമകളും മമ നാവിൽ വിളങ്ങുക സതതം. ഇങ്ങനെയാണ് ആ മർമ്മതാളം പോകുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ ഈ താളങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത് ഈ താളങ്ങളുടെ കോമ്പിനേഷനുകൾ, ഈ കോമ്പിനേഷനുകളിലൂടെയാണ് പിന്നീട് പുതിയ പുതിയ താളങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ താളങ്ങൾ ഇപ്പോൾ തിത്തൈ തിത്തൈ തിത്തിത്തൈ എന്നുള്ള, അതായത് 2 തിസ്രവും 1 ചതുരസ്രവും ചേർത്ത് പിടിക്കുന്ന, അതായത് ചാപ്പ് താളങ്ങളുടെ പിടിക്കുന്ന ഒരു സമ്പ്രദായം പോലെ, അങ്ങനെ തിസ്രവും ചതുരസ്രവും മിശ്രവും ഒക്കെ ഇടകലർന്നു വരുന്ന ഒരു സമ്പ്രദായം. അത് നമ്മൾ അതിനൊരു ഉദാഹരണം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അരുണഗിരിനാഥരുടെ തിരുപ്പുകഴിലാണ്. തിരുപ്പുകളിലെ പല പാട്ടുകളും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ തിസ്രവും ചതുരസ്രവും മിശ്രവും കണ്ണവും എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ അതിലേക്ക് വരാം. ഇത് ഈ 6 താളങ്ങൾ, അതായത് ഏകം, രൂപം, ചെമ്പട, കാരിക, പഞ്ചകാരിക, മർമ്മം. അടുത്ത 7ാമത്തെ താളം എന്ന് പറയുന്നത് കുംഭതാളമാണ്. കുംഭതാളം. ഈ കുംഭതാളത്തിന് ലക്ഷണം പറയുന്നത് പഞ്ചലഘു ദ്രുതദ്വന്ദ്വം ദ്വിലഘു ദ്രുതവും ദ്വയം ദ്വന്ദ്വലഘു ഗുരുജ്ഞേയോ കുംഭതാളം ഇതസ്തത എന്നാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ താളങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത് അർജുന നൃത്തത്തിലെ ആശാന്മാർ എഴുതി വച്ചിരിക്കുന്നത് മാത്രമല്ല. നമ്മൾ പഴയ സംഗീതശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ചതുരദാമോദരൻ്റെ സംഗീത ദർപ്പണം, അതിലുണ്ട് ലക്ഷ്മി താളവും കുണ്ടനാച്ചി താളവും ഒക്കെ. പണ്ഡരീക വിട്ടലൻ്റെ നർത്തന നിർണയം അതിലുണ്ട്. അതുപോലെ തന്നെ ചമുത്തിരം, തമിഴിൽ രചിക്കപ്പെട്ട താളസമുദ്രം അതിലുണ്ട്. ഇതിലെല്ലാം ഈ താളങ്ങളുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ലക്ഷണങ്ങൾ കണ്ടിട്ട് താളം ഏതാണെന്ന്
ഇന്നിപ്പോൾ ആ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അതിൻ്റെ ഇപ്പോഴും അത് പ്രാക്ടീസ് ചെയ്ത് പോരുന്ന കലാകാരന്മാരുള്ളത് കേരളത്തിൽ മാത്രമാണെന്ന് പറയാം. ഈ കുംഭതാളത്തിനും അങ്ങനെ തന്നെ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം ഈ പേരുകൾ. അപ്പോൾ കുംഭതാളത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ്: പഞ്ചലഘു ദ്രുതദ്വന്ദ്വം ദ്വിലഘു ദ്രുതവും ദ്വയം ദ്വന്ദ്വലഘു ഗുരുജ്ഞേയോ കുംഭതാളം ഇതസ്ഥ. അപ്പോൾ ഇവിടെ ലഘു എന്ന് പറയുന്നത് ഒരടി ആണ്. ദ്രുതം എന്ന് പറയുന്നത് നമ്മൾ സുളാദി താളങ്ങൾ പഠിക്കുന്ന പോലെ കർണാടക സംഗീതത്തിൽ പറയുന്ന പോലെ അല്ല ഇവിടെ ദ്രുതം എന്ന് പറയുന്നത്. ഈ ഒരടി അടിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ വായ്ത്താരി എന്ന് പറഞ്ഞു കഴിയുമ്പം അത് കൃത്യമായിട്ട് മനസ്സിലാകും. ആദ്യത്തെ 5 ലഘു എന്ന് പറയുന്നത് 5 അടിയായിട്ട് തന്നെ വരും. ടി 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 ഇത്രയും വരും. അത് കഴിഞ്ഞ് പഞ്ചലഘു ദ്രുതദ്വന്ദ്വം എന്ന് പറയുന്നത് 2 ദ്രുതം തിതൈ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇന്നിപ്പോൾ നമ്മൾ ഒരു മൃദംഗത്തിൻ്റെ അല്ലെങ്കിൽ കർണാടക സംഗീതത്തിലെ ഒരു താളത്തെ നമ്മൾ എങ്ങനെയാണോ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഒരു കൃതിയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊന്ന് അതിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കർണാടക സംഗീതം കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ എളുപ്പം സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തി 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 തൈ തി 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 തൈ 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 തി തൈ. ഇതിൽ ആ ദ്രുതദ്വന്ദ്വം എന്ന് പറയുന്നതാണ് തി തൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കവിത്വം അതിന് ഉദാഹരണമായിട്ട് ചൊല്ലിയാൽ അതിങ്ങനെയായിരിക്കും. ഒരു കഥയിലെയാണ് ഇത്. കവിത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയിൽപ്പീലി തൂക്കത്തിൽ കഥകളാണ്, പുരാണ കഥകൾ. താളങ്ങളുടെ പേരെഴുതി തന്നെ പുരാണ കഥകൾ പാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈണങ്ങളോ ഒന്നുമില്ല, അങ്ങനെ താളത്തിനാണ് വലിയ പ്രാധാന്യം. മായാമാന്ത്രികയായിടും കുംഭാണ്ഡജ താനും ചെമ്മേ. ബാണയുദ്ധം എന്ന് പറയുന്ന ഒരു കഥയിലെ ഒരു വരിയാണ്. പോയാൾ ദ്വാരകയാമ്പുരേ ചെന്നൽബൊടു നോക്കും നേരം. അപ്പോൾ ഇതിനനുസരിച്ച് അതിൻ്റെ ഒരു നൃത്തമുണ്ട്. അവരുടെ കയ്യിലെ വില്ല് കഴുന്ന് എന്ന് പറയുന്ന ഒരു ആയുധം പോലെയുള്ള അമ്പും വില്ലും എന്നുള്ള രീതിയിലുള്ള 2 ആയുധങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള പയറ്റ് എന്ന് പറയുന്ന ഒരു നൃത്തവും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഏകചൂഴാതി 7 താളങ്ങൾ പറഞ്ഞു. ഇനി ഈ താളങ്ങൾ എങ്ങനെയാണ് നമുക്ക് മറ്റ് താളങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗപ്പെടുന്നത്? ഇപ്പോൾ കേരളത്തിലെ താളങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ശരിക്കും പറയേണ്ടത് ഗണപതി താളം എന്ന് പറയുന്നതാണ്. ഗണപതി താളം എന്നൊരു താളമുണ്ട്. അത് ഇപ്പോൾ ചെണ്ട ആയിക്കോട്ടെ, ചെണ്ടയിൽ ഗണപതി കയ്യ്. അതുപോലെ തന്നെ ഇപ്പോൾ തായമ്പകയിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം പതികാലം കൊട്ടുമ്പോൾ മുഖം എന്ന് പറയും. ആ മുഖത്തിൽ ഒരു ഗണപതി കൈയുണ്ട്. ഇപ്പോൾ അർജുന നൃത്തത്തിലെ ഗണപതി താളം എന്ന് പറയുന്നത് കർദുകുതാക്കതിക്കതകതിന്താം തീത്തിത്തിങ്ങണേ കദന്താം കർദുകുതക്കം ദിമ്മിത്തൈ. ഇതാണ് അതിലെ ഗണപതിത്താളം. അതിന് ചുവടുകളുണ്ട്. അതേസമയം പടയണിയിലേക്ക് വരുമ്പം കർദുകുതാക്ക തീക്കതക തിത്തക തെത്തക തിത്തക തകതക തിത്താം തിത്തക തകതക തിത്താം കർകുതിത്താം കർകുതിത്താം തിത്തിത്തൈ എന്ന് വരും. ഇനി ചെണ്ടയിലേക്ക് വരുമ്പം ത ത തരികിടത കിടതക്ക് തരികിടത കിടതക്ക് താക്കു തീക്കു താക്കിട്ടേം തക്കിട കിടതകിത. അത് ചെണ്ടയിലേക്ക് വരുമ്പോൾ. അപ്പം ഇങ്ങനെ ഗണപതി താളങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചില വായ്ത്താരി താളങ്ങൾ. ഇപ്പോൾ മോഹനരൂപം എന്ന് പറഞ്ഞൊരു താളമുണ്ട്. അതിന് ഈ ശാസ്താംപാട്ടുകാർ പൊത്തു ചെമ്പട എന്നൊക്കെ പറയും. അത്
8 മാത്രമാണ്, പക്ഷേ അത് താളം പിടിക്കുന്ന ഒരു പ്രത്യേക വായ്ത്താരിയാണ്. തത്തിന്തത്താതിത്തൈ 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 തത്തിന്തത്താതിത്തൈ. 4-2 എന്ന് പിടിക്കുന്നത്. ഇതിലെ പല താളങ്ങൾക്ക് നമുക്ക് മലയാളത്തിലെ പല വൃത്തങ്ങളോടും സാമ്യമുണ്ട്. ഇപ്പോൾ ഏത് കവി രചിച്ചതാണെങ്കിലും പ്രത്യേകിച്ച് മലയാളത്തിലെ ഇപ്പോൾ നമുക്ക് സ്വാതിരുനാൾ കൃതികളായാലും അല്ലെങ്കിൽ ഇരയിമ്മ തമ്പിയുടെ കൃതികളായാലും ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ഈ മലയാളം മെട്ട് എന്ന് പറയുന്ന ഒന്നിനെ നമുക്ക് പെട്ടെന്ന് കണ്ടെടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ പല താളങ്ങളിലും ഈ താളങ്ങളോട് പലതിനോടും സാമ്യം. ഇപ്പോൾ അന്നനട എന്ന് പറയുന്ന വൃത്തത്തിന് ഈ തത്തിന്തത്താദിത്തയോട് വളരെ സാമ്യമാണ്. അന്നനട വൃത്തത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഇതിനോട് വളരെ ചേർന്ന് പോകും. ഇപ്പം ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവരും വലിയ സംഗീതജ്ഞരാണ് ഇരിക്കുന്നത്. ശരിക്കും ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ ഒന്ന് സംസാരിക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഓരോരുത്തരുടെയും മുഖത്തേക്ക് കൃത്യമായിട്ട് ഞാൻ നോക്കാതെ സംസാരിക്കുകയാണ്. അപ്പോൾ പങ്കജാക്ഷനാം രമേശനിങ്ങനന്ദവാഹനെ, അപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് എന്നെ തല്ലിക്കൊല്ലും. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏത് മെട്ട് നമ്മളെടുത്ത് നോക്കിയാലും പക്ഷേ നമ്മളതിനെ നമ്മളതിനെ സ്റ്റൈലൈസ് ചെയ്ത് അതിനെ ചിട്ടപ്പെടുത്തി അതിനെ സംഗീതത്തിലേക്ക് അതിനെ ആവിഷ്കരിക്കുമ്പോൾ മറ്റൊരു ഫോമിലാണ് നമ്മളതിനെ കാണുന്നത്. അവിടെയാണ് സംഗീതത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു താളമാണ് ലക്ഷ്മി താളം. നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ച് കെട്ടിത്ത എന്നുള്ളത്. തിത്തിത്തൈ ദിഗതിത്തൈ ദിത്തൈ ദിഗതൈ ദിതൈത്ത ദിഗതത്തൈ. ഇതിൻ്റെ തന്നെ വലിയ ലക്ഷ്മി ഉണ്ട്. ഈ അർജുന നൃത്തത്തിൽ തന്നെ ലക്ഷ്മിയുടെ പേര് കൂടിയിട്ട് 5 താളങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അതായത് ലക്ഷ്മി, അതായത് ശ്രീലക്ഷ്മി, ശ്രീഗണങ്ക്, ശ്രീമകുന്ദന താളം, ഇങ്ങനെ പറഞ്ഞൊരു ലക്ഷ്മിയുടെ പേര് കൂടിയിട്ടുള്ള ഒരു 5 താളമുണ്ട്. അതിനകത്ത് ഒരു താളമാണ് ഈ ലക്ഷ്മി താളം എന്ന് പറയുന്നത്. വലിയ ലക്ഷ്മി. ഇതിനൊപ്പം തന്നെ തിത്തിത്തിത്തിത്തിത്തൈ തികിതി 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 തൈ എന്നുള്ള അതിൻ്റെ ഇരട്ടി കൂടി വരും. അതിനോട് ചേർന്ന് വീണ്ടും ഒരു ലക്ഷ്മിയും കൂടെ വരുന്നതാണ് വലിയ ലക്ഷ്മി എന്ന് പറയുന്നത്. അതിനകത്തെ 5 ഈ താളങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ പുറത്തൊന്നും ഒരാൾ ഈ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞ് ഇതിലെ നൊട്ടേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതെന്താണെന്നൊന്നും പിടികിട്ടാൻ വലിയ പാടാണ്. കാരണം അത് എങ്ങനെയാണെന്നത് പാടി ശീലിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു വന്ന ഇതാണ്. ഒരു ആശാൻ്റെ അടുത്ത് ഒരു പഴയ ഒരു ആശാൻ അദ്ദേഹം എന്താ പറയുക, തീരെ വയ്യാതായ ഒരവസ്ഥയിൽ ചെന്ന് ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് താളം പിടിച്ച് എങ്ങനെയാണ് താളം പിടിക്കുന്നതെന്നൊക്കെ നോക്കി അത് മുഴുവൻ എഴുതിയെടുത്ത് വന്ന ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ അതിനകത്ത് ഒരു 4 താളം അങ്ങനെയാണ് ഈ പുസ്തകത്തിൽ എനിക്ക് ചേർക്കാൻ പറ്റിയത്. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഒരുപാട് അറിവുകൾ ശേഖരിക്കപ്പെടാതെ ഇപ്പോഴും കിടക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇനിയും അതുപോലെ തന്നെ കുണ്ടനാച്ചി താളം എന്ന് പറയുന്നൊരു താളം. കുണ്ടനാച്ചി താളം അതിപ്പോഴും പ്രയോഗത്തിലുള്ള ഒരു താളമാണ്. LS രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ ഈണവും താളവും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയത് കുണ്ടനാച്ചി പോലുള്ള താളങ്ങൾ ഇപ്പോൾ പ്രയോഗത്തിലുണ്ടോ, പ്രയോഗത്തിലില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം എഴുതി. പക്ഷേ കേരളത്തിലെ പല കലാരൂപങ്ങളിലും അത് ഉപയോഗിക്കുന്നുണ്ട്. അത് തിത്തൈ തൈ തിത്തൈ തൈ തൈ തിത്തൈ തൈ തിത്താം താം. ഇതിൻ്റെ തന്നെ പതിഞ്ഞ ഒരു സമ്പ്രദായത്തിൽ ജീവിത നൃത്തം എന്ന് പറഞ്ഞ് നമ്മുടെ കായംകുളം ഭാഗത്ത് അത് ഈ തിത്തൈ തൈ തിത്തൈ തൈ തൈ എന്നുള്ളതിന് പകരം അത് തി തി ത ധീം ധീം ത ധീം ധീം
അത്രയും പതിച്ച് കൊണ്ടുവന്നിട്ട് താളം പിടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അത് ഇത് ഇത്തരം താളങ്ങളെ ഇപ്പം നമുക്കിപ്പം തിത്തൈ തൈ എന്നുള്ളത് നമുക്ക് തക്കിട്ട തക്ക തക്കിട്ട തക്ക ധീമി അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ മാറ്റാം. പക്ഷെ അപ്പോഴും ഇതിൻ്റെ ചില സ്വഭാവത്തിന് ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി ഈ 7 താളങ്ങൾ ഏകം, രൂപം, ചെമ്പട, കാരിക, പഞ്ചകാരിക, മർമ്മം, കുംഭം എന്നുള്ള 7 താളങ്ങൾ പറഞ്ഞതിൽ ഈ താളങ്ങളുടെ കോമ്പിനേഷനുകളിൽ എങ്ങനെയാണ് പുതിയ താളത്തെ ഉണ്ടാക്കുന്നതെന്ന് കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ അടന്ത താളം എന്ന് പറയുന്നത് 2 കാരികയും 2 ഏകവും ചേർന്നാൽ അടന്ത താളം കിട്ടും. അതായത് തത്തീം തത്തീം ധീം ധീം. അതായത് 1 2 3 4 1 2 3 4 1 1. ഇതാണ് അടന്ത താളം. അപ്പോൾ അതിൻ്റെ ആകെ മാത്ര എന്ന് പറയുന്നത് 5 5 10 2 12 2 14 എന്ന് വരും. ഇതിൻ്റെ വലിയ വലിയ രൂപങ്ങൾ ഈ അടന്തയുടെ തന്നെ വലിയ വലിയ രൂപങ്ങൾ നമുക്ക് കഥകളിയിൽ കാണാം. കഥകളിയിൽ അത് 14, 28, 56 അത് 56 മാത്രയിലുള്ള പതിഞ്ഞ പദങ്ങൾ, അടന്തയിലെ പതിഞ്ഞ പദങ്ങൾ. ഇതൊക്കെ വിശദീകരിക്കുന്നതിനായിട്ട് പ്രയോക്താക്കളുടെയും കൂടി ഒരു കഥകളി പാട്ടുകാരുടെയും കൂടി ഒക്കെ നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കഥകളി ഗായകൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് പാടിച്ച് നോക്കാമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പടയണിയിൽ ഈ അടന്തയാണ് വലിയ അടന്ത, മുറിയടന്ത, ചാറ്റടന്ത, ഇങ്ങനെ പല പേരുകളിൽ. ഇപ്പോൾ വലിയ അടന്ത, പടയണിയിൽ വലിയ അടന്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഗണപതിയോ കാവേ മകളുമേ ഗുരുവാരരും അരുൾ തരികയേ. ഇത് മുൻപാട്ടുകാരൻ പാടുന്നതാണ്. പിൻപാട്ടുകാർ പാടുമ്പോൾ ഈ താളം പിടിക്കുന്നതിന് കുറച്ച് ഈ രീതിയിലല്ല പിടിക്കുന്നത്, വ്യത്യാസമുണ്ട്. ഇത് കഥകളിയിലെ പടയണിയിലെ ഭൈരവിക്ക് വലിയ അടന്ത താളം പിടിക്കുന്ന രീതിയാണ്. ഇനി ഇത് തന്നെ ഇപ്പം മുറിയടന്ത. ഈ മുറിയടന്തയെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഈ കാലങ്കോലം എന്ന് പറയുന്ന കോലത്തിൻ്റെ മുഖംപാട്ടിന് നമ്മൾ തിരുപ്പുകഴാണ് പാടുന്നത്. അത് അതേ മെട്ടിൽ തന്നെയാണ് അതിൻ്റെ താഴെയുള്ള പാട്ടുകളെല്ലാം രചിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു തരത്തിൽ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം ഏറുമയിലേറി വിളയാടി മുഖമൊன்றോ ഈശനുട ജ്ഞാനമൊഴി, ഇങ്ങനെ കണ്ണനട നമുക്ക് പാടാമല്ലോ. ഇത് പടയണിക്കാർ പാടുന്നത് ഇങ്ങനെയല്ല. ഏറുമയിലേറി വിളയാടും മുഖമൊன்றോ ഈശനുടെ ജ്ഞാനമൊഴി വേശും മുഖമൊன்றു. അപ്പം ഇതിനെ എത്രമാത്രം അപ്പോൾ 14-ാം നൂറ്റാണ്ടിലെ ജീവിച്ചിരുന്ന അരുണഗിരിനാഥരും കേരളവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബന്ധമുണ്ടാവാം, അതിന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഞാനിത് പറഞ്ഞു വരുമ്പോൾ സാന്ദർഭികമായിട്ട് പറയുന്നെന്നുള്ളതേ ഉള്ളൂ, നാദബിന്ദു കല്ലാദി നമോ നമോ, അത് തന്നെയാണ് നമ്മുടെ ശ്രീ ഗണാധിപനാഥ ജയ ജയ. പഴയ കീർത്തന പുസ്തകത്തിൻ്റെയൊക്കെ മേളിൽ കാണാം നാദബിന്ദു കലാദി മട്ട് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഒരുപക്ഷെ അത് ഒരു കാലത്ത് കേരളത്തിൻ്റെയും കൂടി സംഗീതമായിരുന്നിരിക്കാം. അങ്ങനെ എന്തായാലും താളത്തിൻ്റെ കാര്യത്തിൽ ഈ തിരുപ്പുകഴിൻ്റെ താളം പിടുത്തവുമായിട്ട് ഒരുപാട് സാമ്യം അതിലുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ അടന്തയുടെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരു താളമാണ് ചമ്പ. ചമ്പ എന്ന് പറയുന്നത് 10 മാത്രയിലുള്ള താളമാണ്. അത്
അതിൻ്റെ വായ്ത്താരി എന്ന് പറയുന്നത് തത്തിന്തത്താകിട തീ തെയ്കിട തെയ്കിട, അതായത് 1 2 3 4 1 2 1 എന്നാണ്. അപ്പോൾ 1 2 3 4 എന്ന് പറയുമ്പോൾ ഒരു കാരിക, പിന്നെ 1 2 എന്ന് പറയുമ്പം ഒരു രൂപം, പിന്നെ ഒരു ഏകം. അപ്പോൾ അങ്ങനെ ഒരു കാരികയും ഒരു രൂപവും ഒരു ഏകവും 5 3 8 2 10 അങ്ങനെയാണ് ചമ്പ താളം ഉണ്ടാകുന്നത്. ഈ ചമ്പയുടെ തന്നെ 10 എന്നുള്ളത് 20, അത് തന്നെ 40 പതിഞ്ഞ പദം കഥകളിയിലുള്ളതാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് നമുക്ക് സാമാന്യമായിട്ട് കേരളീയ താളങ്ങളുടെ ഒരു എന്താ പറയുക, അതിൻ്റെ സ്വഭാവം, പൊതു സ്വഭാവം എന്ന് പറയുന്നത്. അത് ഞാൻ ഏകചൂഴാതിയിലൂടെ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ കേരളീയ താളങ്ങളെ സമീപിച്ച രീതി പലപ്പോഴും തെറ്റായിരുന്നു. അത് നമ്മൾ കർണാടക സംഗീതവുമായിട്ട് അതിനെ സമീകരിച്ച്, നമുക്കിപ്പോൾ ഒരു ആടന്തയിലെ ഒരു അടതാള വർണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടന്ത താളം പിടിക്കുന്ന പോലെ തന്നെ നമുക്ക് താളം പിടിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ സ്വഭാവം രണ്ടും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ചെമ്പട എന്നും ആദി എന്നും സ്വാതിരുനാൾ കൃതികളിൽ കാണുന്നുണ്ടെങ്കിൽ, രണ്ടും ഒരേ താളമാണെങ്കിൽ കൂടി അദ്ദേഹം എങ്ങനെയാണ് അതിനെ സങ്കല്പിച്ചതെന്ന് നമുക്ക് രണ്ടും ഒരേ രീതിയിലാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അങ്ങനെ അതായത് അദ്ദേഹം ഒരുപക്ഷെ തുടങ്ങിയ ഒരു രീതി, നമുക്കിപ്പോൾ അടന്ത എന്ന് പറഞ്ഞ് ഇപ്പം നാളെ തൊട്ട് കീർത്തനങ്ങൾ എഴുതണമെന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, അതിൽ കാര്യവുമില്ല. പ്രത്യേകിച്ച് ഇനി ഈ താളങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് താളങ്ങളുടെ ആവശ്യമൊന്നുമില്ല മ്യൂസിക്കിന് വാസ്തവത്തിൽ. പിന്നെ ഇതിലൊരു വലിയ കൗതുകം, ഇതിൻ്റെ ഒരു ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഒരു താളങ്ങളെ കൂട്ടുതാളങ്ങൾ ഉണ്ടാക്കുന്നതിലൊരു വലിയ കൗതുകം കണ്ടെത്തിയ ആശാന്മാരാണ് ഇതിനെല്ലാം ഈ രീതിയിൽ ഇതിനെ നിർമ്മിച്ചെടുത്തത്. ഇവർ തന്നെ ഏകചൂഴാതി 7 മുൻപോട്ട്, ഏകചൂഴാതി 7 പുറകോട്ട് എന്ന് പറഞ്ഞാൽ ഏകം മുതൽ കുംഭം വരെ ഉള്ളത്, അതേപോലെ തന്നെ കുംഭം മുതൽ ഏകം വരെ പുറകോട്ടും താളം ചവിട്ടും. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ അടന്തയും ചമ്പയും ഒക്കെ ധ്രുവചൂഴാതി എന്ന് പറയുന്ന ആ 7 താളങ്ങൾക്കകത്ത് ആ 2 താളങ്ങളുടെയും ലക്ഷണങ്ങൾ പറഞ്ഞ് അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേരളീയ താളങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഈ ഒരു വലിയ ഫംഗ്ഷനിൽ ഉൾപ്പെടുത്തിയതിലുള്ള നന്ദിയും സ്നേഹവും എല്ലാവരോടും ഞാൻ അറിയിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ വലിയ സംഗീതജ്ഞരോടും ഇത് കേട്ടിരിക്കാനായിട്ട് വലിയ ക്ഷമ കാണിച്ചതിലും ശ്രദ്ധിച്ചതിലും ഉള്ള സന്തോഷം അറിയിക്കുകയാണ്. ഈ ഏതാണ് ഒരു 2-3 മാസം മുമ്പ് MG യൂണിവേഴ്സിറ്റിയിൽ കുറച്ചുകൂടി അർജുന നൃത്തത്തിലെ താളങ്ങൾ മാത്രം നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്സാഹത്തിൽ അവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ അന്ന് സദസ്സിൽ തിരുവഴി ജയശങ്കർ സാറും പൊൻകുന്നൻ രാമേന്ദ്രൻ സാറും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവരിയ്ക്കുമ്പോൾ ഒന്ന് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് മുഴുവനും കേൾക്കാനും ഇത്രയൊക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ടോ എന്നുള്ളതിൽ അത്ഭുതം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷം അന്ന് അവർ 2 പേരും പ്രകടിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും സമയം പോലെ കേരളീയ താളങ്ങളിലേക്കും നമ്മുടെ സംഗീതജ്ഞരുടെ കണ്ണ് എത്തട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.